വർഷം ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. 10 വർഷക്കാലത്തെ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10 വർഷക്കാലത്തെ ഇടത് ഗുരുതരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനസമക്ഷം വിളിച്ചു നൽകുന്ന നിലപാടുകളുടെ രാജകുമാരൻ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് വേദിയിലിരിക്കുന്ന ഘടകകക്ഷി നേതാക്കൾ എല്ലാവരെയും വളരെ വിനയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ അവர்களോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഈ നാടിന്റെ അഭിമാനമായ എന്റെ കൊച്ചനുജൻ ശ്രീ നജീബ് കാന്തപുരം, എന്റെ പ്രിയകരനായ സ്നേഹിതൻ മുൻ MLA അഡ്വക്കേറ്റ് CM ഉമ്മർ, നമ്മുടെ UDF ചെയർമാൻ ശ്രീ അബ്ദുൾ മജീദ്, കൺവീനർ ശ്രീ അഷ്റഫ് കോക്കൂർ, പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാബുലാൽ ഉൾപ്പെടെ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണയിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ നജീബ് കാന്തപുരത്തിന് വേണ്ടി പ്രചരണം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത്. UDF കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു MLA ആണ് ശ്രീ നജീബ് കാന്തപുരം. ആദ്യഘട്ടത്തിൽ തന്നെ തന്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് ഇത്രമാത്രം ഒരു കമ്മിറ്റ്മെന്റ് കാണിച്ച, അവർക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തിയ ഒരു MLA കാണാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു, എനിക്കല്ലേ ഇയാളുടെ അസുഖമുണ്ട്. ഞാനൊക്കെ പല ടേം കഴിഞ്ഞപ്പോൾ ചെയ്ത പല കാര്യങ്ങളും ആദ്യത്തെ ടേം ചെയ്യാറ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന അവിടെ ചെന്നപ്പോൾ എനിക്ക് അന്ന് ശരിക്കും എനിക്ക് വിഷമമായി, അസൂയ. ശരിക്കും സത്യം ഞാൻ പറഞ്ഞു, എനിക്ക് അസൂയക്കാരനാണ്. ഞാൻ ഭയങ്കര അത്ര മനോഹരമായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ്. നമ്മൾ ചിലപ്പോൾ വെറുതെ പേരിന് വേണ്ടി വാർത്തയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അതൊന്നല്ല, 100% മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ജനപ്രതിനിധിയെ പോലെ കിട്ടാൻ, അതാണ് എന്തായിട്ടുണ്ട്. അപ്പൊ അത് ആദ്യമേ ഞാൻ പറയുന്നു, ഭൂരിപക്ഷം ഈ പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. നമ്മുടെ UDF വരികയാണ്. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചു രാവിലെ. വെറും മാനിഫെസ്റ്റോ അല്ല, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി ഗവേഷണതുല്യമായ ഗ്രഹപാഠം ചെയ്ത് തയ്യാറാക്കിയ, ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മുടെ. അതിനകത്ത് നമ്മുടെ പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ. ആദ്യത്തെ ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. UDF സർക്കാർ വരുമ്പോൾ
UDF സർക്കാരിന്റെ അതിഥികളായി കേരളത്തിലെ സ്ത്രീകൾ KSRTC ബസ് യാത്ര ചെയ്തു. രണ്ടാമത് പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നവർ, അവർക്ക് മാസം 1000 രൂപ ധനസഹായം. നമ്മുടെ കുട്ടികൾ പഠിച്ചു മിടുക്കികളായി നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായി അവർ മാറി. മൂന്നാമത് ചെറുപ്പക്കാർ, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ് നമുക്ക്. ആ ചികിത്സാ ചെലവ് 1/3 കുറയ്ക്കാൻ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ വലിയൊരു ഇൻഷുറൻസ് പദ്ധതി. പിന്നെ വയോജനങ്ങൾക്ക് അവരെ ചേർത്ത് നിർത്താൻ, അവരെ സംരക്ഷിക്കാൻ നിരവധി പരിപാടികളുമായി പുതിയ വയോജന വകുപ്പ്. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയിൽ നിന്നും 3000 രൂപയാക്കി. സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ്, നമ്മുടെ 600 കിലോമീറ്റർ തീരം, 17 മിനി തുറമുഖങ്ങളും 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും നമ്മുടെ കണ്ടെയ്നർ ടെർമിനലുമെല്ലാം ഉൾപ്പെടുത്തിയുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതി. പിന്നീട് 4 അന്താരാഷ്ട്ര തുറമുഖങ്ങളുള്ള കേരളത്തിൽ അതിനെല്ലാം സംയോജിപ്പിച്ച് 27 വ്യോമയാന പദ്ധതികൾ, പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ഏവിയേഷൻ ക്രൂവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ചലിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഗ്ലോബൽ ജോബ് വാച്ച് സ്റ്റാർ, എന്താണ് ലോകത്തെ തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനനുബന്ധമായിട്ടുള്ള പുതിയ കോഴ്സുകൾ കേരളത്തിൽ ആരംഭിക്കും. ഒരു സ്ഥലത്തും പോകേണ്ടി വരില്ല. നമ്മുടെ കുട്ടികൾ അവരത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവർക്ക് ജോലിയാണ്, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാൻ മാനേജ്മെന്റ് മെന്ററെ കൊടുക്കും, ടെക്നോ മെന്ററെ കൊടുക്കും, റിവോൾവിംഗ് ഫണ്ട് കൊടുക്കും, പലിശ കുറച്ച പൈസ കൊടുക്കും. നമുക്ക് 1 വർഷം 2 വർഷത്തിനുള്ളിൽ 10,000 സംരംഭങ്ങൾ നമുക്ക് കേരളത്തിലാണ്. ഇവിടെ ഒറ്റ കോൺസ്റ്റുവൻസിയിലാണ് 100 സംരംഭങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിവിടെ നടക്കുന്നില്ല, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള സ്വപ്ന പദ്ധതികളാണ് നമുക്ക് ധാരാളമായിട്ടുള്ളത്. ഞങ്ങളിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ UDFന്റെ പ്രകടന പത്രിക നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമായിട്ടാണ് നമ്മുടെ ടീം UDF വരുന്നത്. ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ: പെരിന്തൽമണ്ണ ബൈപ്പാസ്, പെരിന്തൽമണ്ണ IT പാർക്ക്, 100 സംരംഭങ്ങൾ, അത് 3ഉം UDF സർക്കാർ പെരിന്തൽമണ്ണയിൽ നടക്കാം. ഇതുകൊണ്ടൊന്നും ഈ MLA നിൽക്കില്ലെന്ന് എനിക്കറിയാം. ഇതിപ്പോ വെറുതെ പറഞ്ഞാണ്. അതുപോലെ ആദ്യത്തെ വർഷത്തേക്കാണ് പറഞ്ഞതെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത പരിപാടിയായിട്ട് അദ്ദേഹം പറയുന്നത് എനിക്കറിയാം. വരണം. പെരിന്തൽമണ്ണ ഏറ്റവും ഒരു സ്വപ്ന തുല്യമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന, മികച്ച വിദ്യാഭ്യാസം കിട്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലമായി മാറ്റാൻ എന്റെ കൊച്ചനിന്റെ കൂടെ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക്. ഇവിടെ എന്താ ചർച്ച? ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, പിണറായി വിജയൻ അദ്ദേഹം എന്നെ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചു. എനിക്കാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പറഞ്ഞു. എവിടെയാണ് സ്ഥലം പറയുന്നത്, എന്താണ് പറയുന്നത്, ഞാൻ ഏത് വിഷയമായിക്കൊണ്ടല്ലോ. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ട് പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു, സംവാദത്തിനില്ല, ഫേസ്ബുക്കിലെ സംവാദം. ഫേസ്ബുക്കിലെ സംവാദത്തിനൊരു ഗുണമുണ്ട്. നേരിട്ട് സംവാദം നടത്തിയാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോത്തരം പറയുന്നു, ഇല്ലേ? ഫേസ്ബുക്കിലെ സംവാദത്തിന് കേൾക്കാത്ത മറ്റ് വേറെ കാര്യമാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇവര് പറഞ്ഞു ഞങ്ങൾ 5 ലക്ഷം വീടുകൾ ഉണ്ടാക്കി ലൈഫ്. അപ്പൊ നമ്മൾ ചോദിച്ചു എത്ര വർഷം കൊണ്ട്? 10 വർഷം കൊണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDF ഗവൺമെന്റ് 4,43,000 വീടുണ്ടാക്കി. പിന്നെ ഒരു 50,000 വീട് തുറന്നു. ഈ 50,000 ഈ 5 ലക്ഷത്തിൽ കൂട്ടിയിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ 5 കൊല്ലം കൊണ്ട് 5 ലക്ഷം വീടുകളും അവർ 10 കൊല്ലം കൊണ്ട് 4 ലക്ഷം വീടുകൾ ഉണ്ടാക്കി. അപ്പൊ പിണറായി വിജയന്റെ ഒരു മറുപടി, മുഖ്യമന്ത്രിക്ക് ആരാണ് എഴുതി കൊടുക്കുന്നത്? എനിക്ക് സംശയം നമ്മൾ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് കംപ്ലീറ്റ്. അപ്പൊ ഞാൻ നേരിട്ട് മറുപടി കൊടുത്തു. പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ മന്ത്രിയും പട്ടികജാതി മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ ഞങ്ങൾക്ക്
ചോദ്യത്തിന്റെ ഉത്തരം എന്താ ഉത്തരം? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4000 4,43,000 വീട് വന്നിട്ടുണ്ട്. പിന്നെ പിണറായിയെ കിട്ടിയിട്ടേ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കാത്ത ഒറ്റ പോക്കാണ്. 4000 വീട് പണിതിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ടൊരു പ്രശ്നമുണ്ട്. പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധപ്പെട്ടില്ല. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ജമാഅത്ത് ഇസ്ലാമി LDF-നെ പിന്തുണച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. അപ്പൊ പിന്നെ ബാക്കി പറയാൻ പറ്റും ഒരു ബന്ധമില്ലാണ്. പിന്നെ ഒരു ദിവസം പറയും RSS-മായി ഒരു കാലത്തും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ പിറ്റേ ദിവസം ഞാൻ വേറെ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി.